പ്രതിസന്ധികൾ പ്രയാസങ്ങളെല്ലാം നമുക്കറിയാം. ഇവിടെയുള്ള ദ്രാവിഡ നാടുകൾ 5 വർഷകാലമായി ഭരിച്ചുകൊണ്ട് അന്ന് കഴിഞ്ഞ 5 വർഷകാലത്തോളം മുമ്പേ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നമ്മോട് BMK എന്ന കൊച്ചു ആ പാർട്ടി നമ്മളോട് പറഞ്ഞത് ഇവിടെയുള്ള ജനങ്ങളോട് അതല്ലെങ്കിൽ നീലഗിരി ജില്ലയിലെ പ്രശ്നങ്ങളെ കുറിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്കറിയാം. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇവിടെയുള്ള പാവപ്പെട്ടവരെ പട്ടയം നൽകുമെന്ന് പറഞ്ഞു, പട്ടയമില്ലാത്തവരെ കരഞ്ഞു നൽകുമെന്ന് പറഞ്ഞവർ, ഇവിടെയുള്ള കുടിവെള്ള പ്രശ്നത്തിന്റെ പ്രശ്നങ്ങൾ ആധികാരികമായി ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിർവഹിക്കുമെന്ന് പറഞ്ഞവർ, നമുക്കറിയാം ഇവിടെയുള്ള മൃഗസംഘത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞവർ ദ്രാവിഡ പാർട്ടികൾ. ഇപ്പോൾ ഭരണത്തിൽ വന്ന 4 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് ഇതുവരെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളപ്പോൾ ആണ് നാം തമിഴ് പാർട്ടി നിങ്ങളുടെ മുന്നിലേക്ക് നടന്നു വരുന്നതിനുള്ള പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നത്. നാം തമിഴ് പാർട്ടിയെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷകാലത്തോളമായി ഈ പന്തല്ലൂർ ഗൂഡല്ലൂർ താലൂക്കിലെ എല്ലാ പ്രശ്നങ്ങളിലും സമരത്തിലാണ് ഈ പാർട്ടി. ആനയുടെ പ്രശ്നം വന്നാൽ, പുലിയുടെ പ്രശ്നം വന്നാൽ, അതല്ലെങ്കിൽ ഈ റോഡിന്റെ പ്രശ്നം വന്നാൽ, ഈ താലൂരിൽ അടുത്ത പ്രദേശത്ത് വന്നൊരു പ്രശ്നങ്ങൾക്ക് പോലും മുന്നിൽ നിന്നത് ഒരു പാർട്ടി, അത് നാം തമിഴ് പാർട്ടിയാണ് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ദ്രാവിഡ പാർട്ടിയായ DMK-യുടെ നേതാക്കന്മാർ പറയുന്നു മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് മുസ്ലിം സമുദായത്തിലെയും ക്രിസ്ത്യാനികളുടെയും ദളിതരുടെയും പാവപ്പെട്ടവരെയും മതമില്ലാത്തവരെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയായി ഇവിടെ പാർട്ടി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള മുസ്ലിം സമുദായം ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ ചെന്നൈയിലെ അമ്മാപട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബസ്സിൽ തകർത്ത് തരിപ്പണമാക്കുമ്പോ അവിടെയുള്ള പള്ളി 400 വർഷകാലത്തോളം പഴക്കമുള്ളൊരു പള്ളി പച്ച തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവിടെയുള്ള 400 കുടുംബങ്ങളെ ഈ രാജ്യത്ത് പൊളിച്ചെറിയുന്നത് പോലെ ആ ഗ്രാമങ്ങളിൽ നിന്ന് പറഞ്ഞയച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നെ ഇവിടെ ആരും ശ്രദ്ധിച്ചില്ല. ഇവിടെയായിരുന്നു ആഭ്യന്തരമന്ത്രി, ഇവിടെയുള്ള മുഖ്യമന്ത്രിയായ മുഖാസ്റ്റാലിൻ എവിടെയായിരുന്നു? ഒരു വശത്ത് പറയുകയാണ് മുഖാസ്റ്റാലിൻ തമിഴ്നാട്ടിൽ BJP-യുടെ ഒരു പ്രകടനവും നടത്തിയില്ല, അത് ഞങ്ങൾ കൃത്യമായി നേരിടുമെന്ന് പറയുമ്പോൾ മറുവശത്ത് RSSന്റെ ഭീതിയുമായിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പള്ളികളും ദളിതന്റെയും മുസൽമാനെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും ഇവിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയയുടെ ഒരു അദ്ഭുത സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സമുദായത്തിന്റെ മാത്രം താഴ്ച കൊണ്ടുകൊണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് ഇന്നോകളിലൂടെയോ എവിടെയോ പ്രയാസ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായങ്ങളാണോ മുസ്ലിം ക്രിസ്ത്യാനികൾ? നമുക്കറിയാം മുസ്ലിം സ്ഥാപനങ്ങളും പള്ളികളും തകർക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ തകർത്ത് ദരിപ്പണമാക്കിയുള്ള രാജ്യത്ത് വർഗീയയുടെ കലാപങ്ങളുടെ നീച്ച സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റങ്ങളുടെ ആ ഫാസിസത്തിന്റെ ഏകീയമായി ഈ രാജ്യത്ത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളും അവർക്ക് വേണ്ടി ഉൾമുനയിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഫാസിസത്തിന്റെ ഒറ്റുകാരായി ഇവിടെയുള്ള ദ്രാവിഡ പാർട്ടികൾ മാറിയിരിക്കുന്നു എന്നതെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അവാന്തരങ്ങളുടെ വിവാദം ചെയ്തുകൊണ്ടുകൊണ്ട് രാജ്യത്തെ വിപ്ലവത്തിന്റെ വിമോചനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ആധികാരികമായ വിപ്ലവത്തിന്റെ വിമോചന പ്രസ്ഥാനമായി ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ വിപ്ലവങ്ങളെ അടിച്ചമർത്തപ്പെട്ടുള്ള ഈ രാജ്യത്തിന്റെ വിപ്ലവത്തിന്റെ നായകന്മാരെ തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു പാർട്ടിയുടെ കടന്നു വരുന്നു. എല്ലാ മതങ്ങൾക്കും ഇവിടെയുള്ള ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിയും മതമില്ലവനും മതമില്ലാത്തവർക്കും ആർക്കും സ്ഥാനമില്ല ഒരു പാർട്ടി. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് കൂട്ടുകെട്ടോടുകൂടി കുടുംബബന്ധമായി കോടതിയിൽ ആക്ഷേപിക്കുന്ന സ്ഥാനമുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് നാം തമിഴ് പാർട്ടി മാത്രമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ, കഴിഞ്ഞ 15 വർഷകാലമായിട്ട്
പണി ലഭിച്ചവരാണ്. അവരാണ് നമ്മുടെ മണിയിലേക്ക് വോട്ട് ചോദിച്ചു വരുന്നത്. ഞങ്ങൾക്ക് വോട്ട് നൽകണമെന്ന് 4.5 വർഷകാലം കഴിഞ്ഞു. 4.5 വർഷകാലം കഴിഞ്ഞപ്പോ കൊടുക്കുകയാണ് 5000 രൂപ, 10.5 ലക്ഷം കോടി രൂപ കടമെടുത്തുകൊണ്ട് ഈ 5000 രൂപ ഈ 6 മാസത്തിന് ഇടയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിന്റെ ലക്ഷ്യം രാവിലെ പാർട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇവിടെയാണ് നമ്മുടെ നാടിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിലേക്ക് നാം തമ്മിൽ പാർട്ടി കടന്നു വരുമ്പോ ഒരുപക്ഷെ കമ്മയ്യരുടെ പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ പാർട്ടികൾ കമ്മയ്യരുടെ പാർട്ടിയാണോ, ഇത് കമ്മയ്ക്ക് മാത്രമുള്ള പാർട്ടിയാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അതുപോലെ മലയാളിയുണ്ട്, ദളിതനുണ്ട്, തമിഴനുണ്ട്, കന്നഡനുണ്ട്, എല്ലാവരും ഉൾപ്പെട്ടൊരു പാർട്ടിയാണ് പറയാൻ അവകാശപ്പെടാൻ മാത്രമുള്ളൊരു പാർട്ടി എന്നീ തമിഴ്നാടിനാണ്. നാം തമ്മിൽ പാർട്ടി മാത്രമാണ് 234 കോടി. നമുക്കറിയാം മത്സരിക്കുന്നത് 117 സ്ത്രീകൾ, 117 ആളുകൾ മാത്രം മത്സരിക്കുന്ന പാർട്ടി ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുന്നത് അത് പേരോടെ ആവേശത്തോടെ അഹങ്കാരത്തോടെ ഇന്ത്യയുടെ മണ്ണിൽ പറയാൻ പറ്റുന്നത് പാർട്ടിയുണ്ടെങ്കിൽ അത് നാട്ടിലുള്ള പാർട്ടി മാത്രമാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾ പ്രവർത്തനത്തിലേക്കുകയാണ്. ഇതുമായി നല്ലവരായ സഹോദരന്മാർ ഈ പാർട്ടിയെ കുറിച്ച് പഠിക്കണം, പാർട്ടിയെ കുറിച്ച് പഠിക്കണം. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഈ പാർട്ടിയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ കുറിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ പാർട്ടി ചിലപ്പോൾ പുലിയുടെ ഒടിയും കാണുമ്പോൾ പുലി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇതിന്റെ ദേശീയ തലവരുടെ പേരാണ് പ്രഭാകരൻ. അവരുടെ പാർട്ടിയുടെ സീമാനങ്ങളെ ആൺകുട്ടികളാണ് ഞങ്ങൾ ഇവിടെയുള്ളത്. ആ ആൺകുട്ടികൾ പ്രശ്നങ്ങൾ, തമിഴ്നാടിന്റെ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പോരാട്ടങ്ങളിലാണ്. ഇവിടെ ജാതിയില്ല, മതമില്ലാതെ എല്ലാ മതങ്ങളെയും ഉദ്ദേശിക്കുന്ന പാർട്ടികൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ പാർട്ടി കടന്നു വരുമ്പോ സഭയുടെ പാർട്ടിയെന്ന് ഇവിടെ പറഞ്ഞു വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെ പറയാനുള്ളത് ഇത് നിങ്ങളുടെ പാർട്ടിയിലാണ്. ഇത് നിങ്ങൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, നിങ്ങൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ എന്താണ്? ഈ നാടിന്റെ 10-15 വർഷങ്ങൾ കഴിച്ചു പോയിട്ട് ഇവിടെയുള്ള പാവപ്പെട്ടവന് പട്ടയം കിട്ടിയിട്ടില്ല, ഇവിടെയുള്ള പാവപ്പെട്ടവന് വെള്ളം കിട്ടിയിട്ടില്ല, ഇവിടെയുള്ള റോഡിന്റെ പ്രശ്നങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ റോഡ് കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള നമുക്കറിയാം പെരിയ തോട്ടമാണ് ഇവിടെയുള്ളത്. ആ ചപ്പലി എന്ത് വിലയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയിട്ടുള്ളത്? എന്നാൽ ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ, ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെയും എല്ലാ പാവപ്പെട്ടവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകാൻ മുന്നോട്ട് പോകാൻ മുന്നോട്ട് മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ. ഇവിടെയുള്ള ഞങ്ങൾ എന്താണ് പ്രഖ്യാപിക്കുക എന്നാണ് ഏകൈക്ക് പറയുന്നു. ആയിരം കൊടുക്കാൻ പറഞ്ഞാണത് നമുക്കറിയാം. നമ്മുടെ ഇവിടെയുള്ള ഏകൈക്ക് വരുന്നു, ഡിഎംക്ക് വരുന്നു. ഓഫർ ഓണവും വിഷുവും വരുന്നത് പോലെ നമ്മളോട് പറയുന്നു ഞങ്ങൾ ജയിച്ചാൽ മിക്സി നൽകുമെന്ന്, ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഗ്രൈൻഡർ നൽകുമെന്ന്, ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് 2000 നൽകുമെന്ന്. ഇപ്പൊ 5000 കൊടുത്തു. എവിടുന്നായി 2000, 3000 ഓഫർ ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ വിൽക്കുന്ന ഒരു ചരക്കായി നമ്മൾ മാറാൻ പാടില്ല. കാരണം അത് നമ്മുടെ അവകാശമാണ്. ഇവർ ചോദ്യം ചെയ്യുന്നത് 2000-നും 1000-നും വേണ്ടി നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ നാട്ടിനെ കട്ടുമുടിക്കുന്ന കൊള്ളക്കാരിൽ ഒരു മോചനം നമുക്ക് ആവശ്യമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ. 2000-വും 1000-വും നൽകിക്കൊണ്ട് നമ്മുടെ വോട്ടിനെ വില പറഞ്ഞു പോകുന്നു. ഇത് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷകാലത്തെ ഇവരുടെ വികസനം അത് ചിന്തിക്കണം. ആ വികസനത്തെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ വികസനം എവിടെയായിരുന്നു, കൊള്ളത്തരമായിരുന്നു എന്ന്. ഇനി പറയുന്നത് അടുത്ത 5 വർഷം കഴിഞ്ഞു വന്നാൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പട്ടയം നൽകുമെന്നാണ്. ഇവിടെയുള്ള പാവപ്പെട്ടവനെ നീതി കിട്ടിയിട്ടില്ല. അനീതിയായി ഈ നീതി കിട്ടാത്തതുകൊണ്ട് നമ്മൾ വോട്ട് കൊടുത്ത് അവരുടെ വോട്ട് ബാങ്കായി മാറി. 5000 രൂപ വരുമ്പോൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് 5000 രൂപ ചെലവ് ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട മുഖാസ്ഥാനിനോട് ചോദിക്കുകയുണ്ടായി. ഈ 4 വർഷകാലത്തിൽ നിങ്ങൾ എന്തിനാണ് 5000 കൊടുക്കുന്നതെന്ന്. 5000 കൊടുക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് ചെലവ് ചെയ്യാനോ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, 4 വർഷകാലം എത്ര ഏപ്രിൽ മാസങ്ങൾ വന്നു? ആ ഏപ്രിൽ മാസത്തിൽ കൊടുക്കാൻ കഴിയാത്ത 5000 ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ വോട്ട് ബാങ്കായി നമ്മുടെ വോട്ട് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ഈ 5000 കൊടുത്തതെന്ന് മനസ്സിലാക്കണം. ഇത് പറയുന്നവർ അവർ ബസ്സിൽ കുട്ടികൾക്ക് പാസ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്.
ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾക്ക് പാസ് കൊടുക്കുന്നു ഫ്രീ ആയിട്ട്, വയസ്സായവർക്ക് ബസ്സിൽ പോകാൻ യാത്ര ഫ്രീ ആയി കൊടുക്കുമെന്നൊക്കെ പറയുന്നു. ചോദിക്കട്ടെ, പഠിച്ചവർക്ക് ജോലി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പഠിച്ചു വളർന്നവർക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തമിഴ് പാർട്ടി പറയുന്നു, നിങ്ങൾ ഇവിടെ ഉൽപ്പന്നമായി ഉപയോഗിക്കുന്ന തൈരിന് കൃത്യമായ ശക്തിന് വില നൽകും ഭരണം ഞങ്ങൾ കയ്യിൽ വന്നാൽ. അതല്ലെങ്കിൽ ഈ നീലഗേജിയിൽ ഉരുളനീയങ്ങൾ, ക്യാരറ്റ് പോലുള്ള ബീട്രൂട്ട് പോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് കൃഷി ചെയ്യുന്നത്, അതിന് കൃത്യമായ മെച്ചപ്പെട്ട വില നൽകും. അതേപോലെ ഈ റോഡിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള സകല ആലസ്യവും പാവപ്പെട്ടവനെ കുടിയിറക്കുന്നതിൽ നിന്ന് ഞങ്ങൾ തടുക്കും. ഞങ്ങൾ അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓഫറൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ ഞങ്ങൾ ഹെലികോപ്റ്റർ തരാമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം വലിയ ഓഫറൊക്കെ പറയാനല്ലോ, ഹെലികോപ്റ്റർ തരാമെന്ന് പറഞ്ഞാലും മറ്റൊരു മിക്സ് തരുമ്പോ അവർ തരുമ്പോ ഞങ്ങൾ ഹെലികോപ്റ്റർ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയുണ്ടാവും. പക്ഷെ അവർ ഈ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ തരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കാൻ കഴിയില്ല. കാരണം വർഷകാലത്തോളമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിനാണ് നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നിലനിൽക്കണമെങ്കിൽ, ഇവിടെയുള്ള വ്യവസായികൾ നിലനിൽക്കണമെങ്കിൽ, ഇവിടെയുള്ള നമുക്കറിയാം ഒരു യുദ്ധം വന്നപ്പോഴത്തേക്ക് ഒരു യുദ്ധം വന്നിട്ടുള്ളൂ. ഇറാനിൽ അമേരിക്ക അടിച്ചപ്പോഴേക്ക് ഇവിടെ ഗ്യാസിന്റെ ബിൽ കമ്മി, ആർക്കും ഗ്യാസ് കിട്ടാനില്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒരു ഇന്ത്യ ഗവൺമെന്റിന് ഒരു 6 മാസക്കാലം വരെ യുദ്ധം നടത്തിയാൽ അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ തയ്യാർ ചെയ്യാൻ പറ്റാത്ത അധികാരികളെയാണോ ഇവിടെ ഭരണത്തിൽ ഇരുത്തേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു 6 മാസക്കാലം യുദ്ധം നീണ്ടു നിന്നാൽ ഗ്യാസ് ഉണ്ടാവില്ല, പെട്രോൾ ഉണ്ടാവില്ല, ഡീസൽ ഉണ്ടാവില്ല. കാരണം എന്താ? അതുപോലും സുരക്ഷിതമായ ഈ രാജ്യത്ത് അത് കെട്ടുറപ്പിക്കാൻ